ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനമായി സംസ്ഥാനത്തിൽ വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കൻ കേരള തീരത്തും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനകൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 40 കിലോമീറ്റർ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുടെ സാധ്യതയാണ് പ്രവചിക്കുന്നത്. മാത്രമല്ല, മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുകയാണ്. പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷക്കാറ്റ് അടുത്ത 3 ദിവസം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണ് തുടരുന്നത്. മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി തുടരുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ തുടരുന്നത്. കാലവർഷം ദേശീയ തലത്തിൽ എല്ലായിടത്തും പുരോഗമിച്ചതോടെ ഉത്തരേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തന്നെ തുടരുന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ വേഗത ദക്ഷിണേന്ത്യയിൽ കുറവാണ്. എങ്കിലും കടലിൽ ന്യൂനമർദ്ദപാത്തി തുടരുന്നതിനാൽ ഒറ്റപ്പെട്ട മഴ കേരളത്തിൽ ലഭിക്കും. പ്രത്യേകിച്ച് കേരളത്തിന്റെ വടക്കൻ മേഖലയിലാണ് കൂടുതൽ മഴ സാധ്യത. കോഴിക്കോടിന്റെ വടക്കൻ മേഖലയെ വടകര മുതൽ മംഗലാപുരം വരെയുള്ള മേഖലകളിൽ മഴ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിലും വടക്കൻ കേരളത്തിന് മിക്ക ജില്ലകളിലും മഴ ലഭിച്ചിരുന്നു. പെട്ടെന്ന് ശക്തമായി പെയ്യുന്ന മഴ ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിന്നതിന് പിന്നാലെ ദീർഘമായ ഇടവേളയിലേക്ക് മാറുന്ന രീതിയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. കിഴക്കൻ മലയോര മേഖലകളിലും മറ്റും ഇടിയോടുകൂടിയുള്ള മഴയും പ്രതീക്ഷിക്കണം. കിഴക്കൻ മേഖലയിലെ അരുവികളിലും നദികളിലും ഇറങ്ങുന്നത് സുരക്ഷിതമല്ല. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് പിന്നാലെ മലവെള്ളപ്പാച്ചൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. വടക്കൻ കേരളത്തോടൊപ്പം മധ്യ ജില്ലകളിലും ഒറ്റപ്പെട്ട രീതിയിൽ മഴ തുടരുമെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.